നമുക്ക് ഈ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മൺഡേ സെപ്റ്റംബർ 17. അപ്പോൾ ഇന്നത്തെ ഹിന്ദുവിന്റെ മെയിൻ പേജ് നോക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനതാദൾ യുണൈറ്റഡ് എന്ന് പറഞ്ഞ ബീഹാറിലെ പാർട്ടി, ബീഹാറിലെ റൂൾ ചെയ്യുന്ന പാർട്ടിയാണ് ജനതാദൾ യുണൈറ്റഡ്. നിതീഷ് കുമാറിന്റെ പാർട്ടി, ബീഹാറിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പാർട്ടി. അവരും BJPയും തമ്മിൽ അടുത്ത ലോക്സഭ ഇലക്ഷനിലേക്കുള്ള സീറ്റ് ഷെയറിംഗ് ടോക്സ് ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തി എന്നുള്ളൊരു ന്യൂസ് ആണ്. രണ്ടാമതായിട്ട് വേറൊരു കാര്യമുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കിയിരിക്കണം. പ്രശാന്ത് കിഷോർ ഇന്ത്യയിൽ പോൾ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയ വിഭാഗം ഉണ്ടായിട്ടുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പോൾ ഇലക്ഷൻ നിയന്ത്രിക്കാൻ വേണ്ടി, ഇലക്ഷനിൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോൾ സ്ട്രാറ്റജിസ്റ്റുകളുണ്ട്. അതിലിപ്പോ ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആണ് പ്രശാന്ത് കിഷോർ. അദ്ദേഹം ജനതാദൾ യുണൈറ്റഡ് പാർട്ടിയിൽ ജോയിൻ ചെയ്തു. ഇനി മുതൽ ആ പാർട്ടിയുടെ ഒരു ലീഡർ ആയിരിക്കും അദ്ദേഹം. അത് മറ്റൊരു ന്യൂസ്. പിന്നെ വളരെ അലാമിംഗ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ മോർ റിവർ സ്ട്രെച്ചസ് ആർ നൗ ക്രിട്ടിക്കലി പൊള്യൂട്ടഡ്. ഇന്ത്യയിലെ പല റിവർ സ്ട്രെച്ചസും വളരെ ക്രിട്ടിക്കലി പൊള്യൂട്ടഡ് ആണ്. 2 വർഷം മുമ്പത്തെ കാര്യം നോക്കിയാൽ ഇപ്പൊ കൂടുതൽ ഭയങ്കരമായിട്ട് പൊള്യൂട്ടഡ് ആയിരിക്കും. ഇന്ത്യയിൽ പല റിവേഴ്സ് വന്നൊരു ന്യൂസ് ഉണ്ട്. നമുക്കറിയാം നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ NMCG അല്ലെങ്കിൽ നമാമി ഗംഗ എന്നൊക്കെ പറഞ്ഞ പ്രോജക്ടുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വളരെ അംബീഷ്യസ് ആയിട്ട് നടപ്പായിക്കൊണ്ടിരിക്കുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ നാഷണൽ റിവറായ ഗംഗയെ ഈ പൊള്യൂഷനിൽ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അപ്പൊ അതുപോലും നേരെ ചൊവ്വേ ഒന്ന് ക്ലിയർ ആകുന്നതിന് മുമ്പ് മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റൊരു റിവേഴ്സും വളരെ പിന്നീട് പൊള്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു ന്യൂസ് ആണ്. ഇത് വന്നിരിക്കുന്നത് CPCBയിൽ നിന്നാണ്. CPCB ആണ് ഇതിന്റെ പറയാനുള്ള അതോറിറ്റി. CPCBയുടെ എക്സ്പാൻഷൻ സെൻട്രൽ പൊള്യൂഷൻ കൺട്രോളിംഗ് ബോർഡ്. സെൻട്രൽ പൊള്യൂഷൻ കൺട്രോൾ ബോർഡ്. ഈ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ ബാക്ക് പേജിൽ മറ്റു ന്യൂസുകളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ISL ഇന്ത്യയിൽ ഫുട്ബോൾ ലീഗുകൾ 2 ISLും I ലീഗും. ISL ഇന്ത്യൻ സൂപ്പർ ലീഗ്, I ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ് I ലീഗ്. ഇത് രണ്ടും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് നടത്തുന്നത്. AIFF അവരാണ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഗവേണിംഗ് ബോഡി, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഇവരുടെ അണ്ടറിൽ നടക്കുന്ന ISLില് കേരളത്തിന്റെ ഫുട്ബോൾ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ്, അതിന്റെ ഒരു പിന്നീട് ഷെയർ ഹോൾഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. അദ്ദേഹത്തിന് 20% ഷെയർ അതിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ്. ആ 20% ഷെയർസ് മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് സെൽ ചെയ്തിട്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള അസോസിയേഷൻ അവസാനിപ്പിക്കാൻ പോകുന്നു. അത് മലയാളികൾക്ക് വിഷമമുണ്ടാക്കുന്ന ന്യൂസ്. കാരണം ടെണ്ടുൽക്കറിന്റെ ടീം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐഡന്റിറ്റി. അത് നഷ്ടപ്പെടാൻ പോയാണ്. പിന്നെ WADA, WADA വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. സ്പോർട്സിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുക, അതാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വേൾഡ് ഏജൻസിയാണ് WADA, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. മുരുകപ്പ കപ്പ് എന്ന് പറഞ്ഞ ഹോക്കി ടൂർണമെന്റ് കഴിഞ്ഞു. മുരുകപ്പ കപ്പ് വിൻ ചെയ്തത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC ആണ്. IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മുരുകപ്പ കപ്പ് വിൻ ചെയ്തു. പിന്നെ ആ പേജിൽ തന്നെ ഫോർമുല 1നെ കുറിച്ചുണ്ട്. ഫോർമുല 1ന്റെ ടൈറ്റിൽ റേസ് ഇൻ ഫേവർ ഓഫ് ലൂയിസ് ഹാമിൽട്ടൺ. മെഴ്സിഡസ് ടീമിന്റെ ഡ്രൈവറായ ലൂയിസ് ഹാമിൽട്ടൺ ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള F1 ചാമ്പ്യൻ. അദ്ദേഹം തന്നെ ഈ വർഷം വീണ്ടും വിൻ ചെയ്യാനുള്ള ചാൻസുകൾ കൂടുകയാണ്. കാരണം സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിക്സ് ഇന്നലെ നടന്നപ്പോൾ അതിലും അദ്ദേഹമാണ് വിൻ ചെയ്തത്, ലൂയിസ് ഹാമിൽട്ടൺ. ആൻഡ് ഹീസ് ദ കറന്റ് ലീഡർ ഇൻ ദ ഡ്രൈവേഴ്സ് സ്റ്റാൻഡിംഗ്. അപ്പം അത് മറ്റൊരു ന്യൂസ്. പിന്നെ ദ്രോണാചാര്യ അവാർഡും ധ്യാൻചന്ദ് അവാർഡും ഉടനെ ഡിക്ലെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ച്മാർക്ക് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. അതുപോലെ ധ്യാൻചന്ദ് അവാർഡ് എന്ന് പറയുന്നത് സ്പോർട്സിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റിന് കൊടുക്കുന്ന അവാർഡാണ് ധ്യാൻചന്ദ് അവാർഡ്. സ്പോർട്സിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റിന് കൊടുക്കുന്ന അവാർഡാണ് ധ്യാൻചന്ദ് അവാർഡ്. ഇനി സ്പോർട്സ് പേജിൽ തന്നെ 17th പേജിലേക്ക് പോകുമ്പോൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അത് ഇപ്പം മറ്റൊന്നും നമ്മളതിൽ തൽക്കാലം അറിയേണ്ട. ഫൈനലി ഏഷ്യ കപ്പ് ആര് വിൻ ചെയ്യുമെന്ന് അറിയണം. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് നടത്തുന്നത്. അത് ദുബായിലാണ് നടക്കുന്നത്. ICCയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഹെഡ്ക്വാർട്ടേഴ്സും ദുബായാണ്. പിന്നെ ഡേവിസ് കപ്പിന്റെ ഫൈനൽ ആയി. ഡേവിസ് കപ്പിന്റെ ഫൈനൽ ആരൊക്കെ തങ്ങളിലാണെന്ന് അറിഞ്ഞിരിക്കണം. ഫൈനൽ ആര് വിൻ ചെയ്യുമെന്ന് അറിയണം. അപ്പൊ ഡേവിസ് കപ്പിന്റെ ഫൈനൽ നടക്കാൻ പോണ ക്രൊയേഷ്യയും ഫ്രാൻസും തമ്മിലാണ്. ക്രൊയേഷ്യ, CROATIA, ക്രൊയേഷ്യ ആൻഡ് ഫ്രാൻസ്, they are going to fight in the final of ഡേവിസ് കപ്പ്. അപ്പൊ അതാണ് മറ്റൊരു ന്യൂസ്. ഇനി നമ്മൾ ബിസിനസ് റിവ്യൂ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്, 14th പേജ്. ഈ ബിസിനസ് റിവ്യൂവിൽ FPISനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. പല റീസൺസ് കൊണ്ട് ഇപ്പം FPISനെ കുറിച്ചുള്ള ന്യൂസ് എപ്പോഴും വരാറുണ്ട്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, സെബിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഡിസിഷൻസ് ഒക്കെ FPI കൂടുതൽ വാർത്തകൾ ഈയിടയ്ക്ക് കൊണ്ടുവന്നിരുന്നു. സെബി എടുത്ത ഡിസിഷൻ എന്താണെന്നൊക്കെ ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് റെഗുലേറ്റർ,
ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തത്. അതിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ അതിലുണ്ടത്. പിന്നെ ലേമാൻ ബ്രദേഴ്സിന്റെ കൊളാപ്സ്, അതിനെക്കുറിച്ച് അമേരിക്കയിൽ 2008 റിസഷൻ വരാൻ കാരണമായത് ലേമാൻ ബ്രദേഴ്സിന്റെ കൊളാപ്സോട് കൂടിയാണ്. അതിനെക്കുറിച്ച് ഒരു ലേമാൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കാണ് US-ൽ. അത് കൊളാപ്സ് ആയിപ്പോയി. അതോടുകൂടിയാണ് US-ൽ റിസഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സീരീസ് ഓഫ് കൊളാപ്സും ഒക്കെ സംഭവിച്ചു അവിടെ പല ബാങ്കുകളിലും. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് സബ്പ്രൈം ക്രൈസിസ് ആണ്. അപ്പൊ US-ൽ 2008 ഉണ്ടായ റിസഷന്റെ ബിഗിനിങ് ലേമാൻ ബ്രദേഴ്സിന്റെ കൊളാപ്സോട് കൂടിയാണ്. എന്തായിരുന്നു US-ൽ ഉണ്ടായ പിന്നീട് ഇതിന്റെ പ്രോബ്ലത്തിന്റെ കാരണം എന്നെവിടെയെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ കാരണം സബ്പ്രൈം ക്രൈസിസ് ആണ്. സബ്പ്രൈം ക്രൈസിസ് എന്താണെന്ന് വെച്ചാൽ സബ്പ്രൈം ബോറോവേഴ്സിന് ലോൺ കൊടുത്തത് കൊണ്ടുണ്ടായ ക്രൈസിസ് ആണ് സബ്പ്രൈം ക്രൈസിസ്. സബ്പ്രൈം ബോറോവേഴ്സ് ആയിരുന്നു. പിന്നെ അപ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, സബ്പ്രൈം ബോറോവേഴ്സ് ആരെന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ അയാൾക്ക് ആ ലോണിനുള്ള റീപേയ്മെന്റിനുള്ള ശേഷി ഇല്ല, അല്ലെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അത്ര സുഖമുള്ളതല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബോറോവേഴ്സിന് സബ്പ്രൈം ബോറോവേഴ്സ് എന്നാണ് പറയുക. പിന്നെ എന്തിനു അവർക്ക് ലോൺ കൊടുത്തു എന്നൊരു ഡൗട്ട് വരും. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഈ ലോണുകളെല്ലാം കൊടുത്ത റിയൽ എസ്റ്റേറ്റ് സെക്ടറിലാണ്. അന്ന് റിയൽ എസ്റ്റേറ്റ് സെക്ടർ US-ൽ ഭയങ്കര ബൂമിംഗ് ആയിരുന്നു. അപ്പൊ സബ്പ്രൈം ബോറോവേഴ്സ് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൈസ തിരിച്ചെടുത്തില്ലെങ്കിൽ അവർക്ക് കൊടുത്ത അവർ വാങ്ങിയ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഓപ്ഷൻ ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു ഗാംബ്ലിംഗ് ആയിരുന്നു അത്. പക്ഷെ അതിൽ അവർ മിസറബിളി ഫെയിൽ ആയിപ്പോയി. അതാണ് അമേരിക്കയിൽ നിന്നുണ്ടായ പ്രോബ്ലം. പിന്നെ ഇന്ത്യയിൽ 5G നെറ്റ്വർക്ക് 5G റോൾ ഔട്ട് 2020 മുതൽ സ്റ്റാർട്ട് ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2020 ഇന്ത്യയിൽ 5G സ്റ്റാർട്ട് ചെയ്യും എന്നൊരു ന്യൂസ് ഉണ്ട്. ഇപ്പോൾ 5G 5th ജനറേഷൻ മൊബൈൽ സർവീസ്. സുഭാഷ് ചന്ദ്രയുമായിട്ടൊരു ഇന്റർവ്യൂ ആണ് ബിസിനസ് പേജ് 13th പേജിലുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സുഭാഷ് ചന്ദ്ര, ഇത് നിങ്ങൾ എത്ര പേര് സുഭാഷ് ചന്ദ്ര എന്ന് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ത്യയിൽ ഒരു സെലിബ്രിറ്റി ബിസിനസ് മാൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലിവിഷൻ നെറ്റ്വർക്കുള്ള ഒന്നായ ടെലിവിഷൻ നെറ്റ്വർക്ക് ZEE അതിന്റെ ഓണറാണ്. ഒപ്പം തന്നെ SL ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പ് ഉണ്ട്, ESSEL SL ഗ്രൂപ്പ്, അതിന്റെ ഉടമസ്ഥനാണ് സുഭാഷ് ചന്ദ്ര. ആൻഡ് ഹി ഈസ് എ മെമ്പർ ഓഫ് രാജ്യസഭ മെമ്പറുമാണ്. ട്രായിയുടെ ചെയർമാന്റെ പേരും ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനാണ് RS ശർമ്മ. ട്രായ് ആണ് ബ്രോഡ്കാസ്റ്റേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. ടെലികോം സെക്ടറിനെ മാത്രമല്ല ബ്രോഡ്കാസ്റ്റേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ട്രായ് ആയതുകൊണ്ടാണ് ടെലിവിഷൻ നെറ്റ്വർക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നപ്പോൾ ട്രായ് ആയിരിക്കും. അപ്പം അത് മറ്റൊരു ന്യൂസ്. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് റുപ്പിയുടെ പിന്നെ കണ്ടിന്യൂസ് സ്ലൈഡ് അഗൈൻസ്റ്റ് ഡോളർ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത കുറേ മെഷേഴ്സ് ഞാൻ ഓൾറെഡി സാറ്റർഡേയിലെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ മെഷേഴ്സിനെ കുറിച്ചുള്ളൊരു എക്കണോമിസ്റ്റുകളുടെ അഭിപ്രായമൊക്കെയാണ് ഹിന്ദുവിൽ 13th പേജിൽ ബിസിനസ് പേജിലുള്ള മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്. എന്നടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ട് കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി ബോറോ ചെയ്യാറുണ്ട് കമ്പനീസ്. അതിനെയാണ് ECB എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് എന്ന് പറയുന്നത്. അങ്ങനെ ECB എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് നടത്തുമ്പോൾ മസാല ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് വേണം കൂടുതലായിട്ട് ബോറോ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. മസാല ബോണ്ട് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫോറിൻ കൺട്രീസിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മണി അക്വയർ ചെയ്യുന്ന സമയത്ത് അത് സാധാരണ ഡോളറിലാണ് കിട്ടുന്ന ഇത് മസാല ബോണ്ടിൽ ഇഷ്യൂ ചെയ്താൽ ഇന്ത്യൻ റുപ്പിയിൽ തന്നെ കിട്ടും. അപ്പൊ ഇന്ത്യൻ റുപ്പിയിൽ കൂടുതൽ ആയിട്ട് പണം കിട്ടാൻ വേണ്ടി മസാല ബോണ്ടിൽ ഇഷ്യൂ ചെയ്താണ് കൂടുതലായിട്ട് ECB എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് നടത്തേണ്ടത് എന്നൊക്കെയാണ് ഇന്ത്യ ഗവൺമെന്റ് എടുത്തേക്കുന്ന ഡിസിഷൻസ്. അപ്പൊ അതൊരു പക്ഷേ റുപ്പിയുടെ കണ്ടിന്യൂസ് സ്ലൈഡ് അറസ്റ്റ് ചെയ്യാൻ സഹായിക്കും എന്നാണ് ഗവൺമെന്റ് തീരുമാനം. പക്ഷേ എക്കണോമിസ്റ്റുകൾ പറയുന്നത് അത് അത്ര ഉറപ്പൊന്നുമില്ലെന്നാണ്. HDFC ബാങ്കിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ഒക്കെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. HDFC ബാങ്കിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആണ് അബീക് ബറുവ, ABHEK അബീക് ബറുവ. പിന്നെ ഹിൻഡാൽകോയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഹിൻഡാൽകോ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അലൂമിനിയം കമ്പനിയാണ്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു കമ്പനിയാണ് ഹിൻഡാൽകോ. അതുപോലെ IFCI ഇന്ത്യയുടെ ആദ്യത്തെ ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് IFCI. 1948 9 ആണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 1948 എൻ്റെ ഓർമ്മ. IFCI ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് IFCI. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പിന്നെ ഇന്റർനാഷണൽ പേജ് 12th പേജിലേക്ക് വരുമ്പോഴത്തേക്ക് ചൈനയിലും US-ലും ഒക്കെ ഇപ്പം കുറെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ഫ്ലോറൻസ് എന്ന് പറയുന്ന ഒരു പിന്നീട് ടൈഫൂൺ ആണെന്ന് തോന്നുന്നു. അതുപോലെ അതുവഴി US-ൽ കുറെ പേര് മരിച്ചു. അതുപോലെ ഫ്ലോറൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റോമാണ് ഫ്ലോറൻസ്. ഈ ഫ്ലോറൻസ് എന്ന് പറയുന്ന സ്റ്റോം വഴി US-ൽ ഒത്തിരി ആൾക്കാർ മരിച്ചു. അതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അതുപോലെ ചൈനയിൽ ടൈഫൂൺ മാൻകുത്ത് എന്ന് പറയുന്നൊരു ടൈഫൂൺ MANGKHUT ഈ ടൈഫൂൺ മൂലം ചൈനയിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അത് അങ്ങനെ കുറച്ച് നാച്ചുറൽ കലാമിറ്റീസിനെ കുറിച്ചാണ് ഇന്റർനാഷണൽ പേജിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്.
പിന്നെ ലണ്ടന്റെ ആദ്യത്തെ മുസ്ലിം മേയറിന്റെ ഫോട്ടോ ഹിന്ദുവിലുണ്ട്. ലണ്ടന്റെ ആദ്യത്തെ മുസ്ലിം മേയറാണ് സാദിഖ് ഖാൻ, പാകിസ്ഥാൻ ഒറിജിനാണ് സാദിഖ് ഖാൻ, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്റർനാഷണൽ പേജിലുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ നാഷണൽ പേജിൽ 10th പേജിൽ പ്രശാന്ത് ഭൂഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പ്രശാന്ത് ഭൂഷൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് അഡ്വക്കേറ്റ് ആണ്. അതുപോലെ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളായിരുന്നു. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനോട് തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ പുറത്തുപോയി. ഇപ്പൊ ആം ആദ്മി പാർട്ടിയിലൊന്നും ഇല്ല. പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്നത് ഒറിജിനലി ഹീസ് എ വെരി ഫേമസ് അഡ്വക്കേറ്റ്. ഹി വാസ് എ വെരി ഫേമസ് അഡ്വക്കേറ്റ് ഇൻ ഇന്ത്യ. നൗ ഹീസ് എ പൊളിറ്റിക്കൽ ലീഡർ ഓൾസോ. പിന്നെ പ്രശാന്ത് കിഷോർ ജനതാദൾ യുണൈറ്റഡിൽ ജോയിൻ ചെയ്തതിനെ കുറിച്ചും ഒരു ന്യൂസ് ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു, പോൾ സ്ട്രാറ്റജിസ്റ്റ് ആയ പ്രശാന്ത് കിഷോർ ജനതാദൾ യുണൈറ്റഡിൽ ജോയിൻ ചെയ്യുന്നു. പിന്നെ MP ലാഡ്സ് അടുത്ത 11th പേജിലേക്ക് പോകുമ്പോൾ MP ലാഡ് സ്കീമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. MP ലാഡ്സ് എന്ന് പറയുന്നത് MPLADS എന്ന് പറയുന്നത് മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം അതെന്താണെന്ന് അതിൽ പറയുന്നുണ്ട്. Every year each and every MP in India will get around not around exactly 5 crores of rupees for the development of their constituency. ഇന്ത്യയിലെ ഓരോ MP-മാരും അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി 5 കോടി രൂപ വീതം വർഷം തോറും കിട്ടും. അതിനാണ് മെമ്പർ ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്നത്. ഈ 5 കോടി ഉപയോഗിച്ച് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യണം. നമ്മളിപ്പോൾ റോഡേക്ക് പോകുമ്പോൾ ശശി തരൂർ MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന MP ലാഡ്സ് ഫണ്ടിൽ നിന്നുള്ള മണി ഉപയോഗിച്ച് ചെയ്താണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് MP ലാഡ്സ്. അപ്പൊ അതിന്റെ എവറി ഇയർ ദേ ആർ ഗെറ്റിംഗ് 5 crores of rupees അതറിഞ്ഞിരിക്കണം. പിന്നീട് ഇന്ത്യ ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത ആന്റി ടാങ്ക് മിസൈൽ ഇന്നലെ ടെസ്റ്റ് ഫയർ ചെയ്തെന്ന് ഒരു ന്യൂസ് ഉണ്ട്. ഇന്ത്യ ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത ആന്റി ടാങ്ക് മിസൈലും ഉണ്ട്, ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത പ്രൊക്യൂർ ചെയ്യുന്ന ആന്റി ടാങ്ക് മിസൈലാണ്. ഇന്ത്യ ഇപ്പൊ യൂസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആന്റി ടാങ്ക് മിസൈൽ ഇസ്രായേലിൽ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന സ്പൈക്ക് ആണ്. SPIKE സ്പൈക്ക് എന്ന് പറയുന്ന മിസൈൽ ആന്റി ടാങ്ക് മിസൈലാണ്. അത് ഏത് രാജ്യത്താണ് ഇന്ത്യ പ്രൊക്യൂർ ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ഇസ്രായേലാണ്. പിന്നെ ഇന്ത്യ ഇപ്പൊ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ആന്റി ടാങ്ക് മിസൈലിന്റെ പേര് മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ എന്നാണ്. മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ MPATGM മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. ഇത്രയാണ് ആ പേജുകളിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ എക്സ്പെക്ടഡ് ലൈനുള്ള എഡിറ്റോറിയലാണ്. ഞാൻ ഈ എഡിറ്റോറിയലായിരിക്കുന്ന ഹിന്ദുവിലൊന്നും ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് റുപ്പിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് അഗേൻസ്റ്റ് ആയിട്ട് എടുത്ത മെഷേഴ്സ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ മെഷേഴ്സ് എന്തൊക്കെയാണ്. അത് ശനിയാഴ്ചയാണ് ആ ന്യൂസ് വന്നത്. അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ആണ്. അതുവഴി ഇന്ത്യയുടെ റുപ്പി വാല്യൂ ഡിപ്രീസിയേഷനൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ ഇതുപോലുള്ള നീച്ചർ റിയാക്ഷൻസിലേക്ക് പോകുന്നതിന് പകരം പെർമനന്റ്ലി എന്ത് മെഷേഴ്സ് ഒക്കെയാണ് എടുക്കേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. പലപ്പോഴും ഇന്ത്യയുടെ റുപ്പി വാല്യൂയുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇന്റർനാഷണൽ ക്രൂഡ് ഓയിൽ പ്രൈസസ്. അപ്പൊ നമ്മൾ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട്. കാരണം നമ്മളെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ഓറിയന്റഡ് ആണ് നമ്മളുടെ. പിന്നീട് നമ്മൾ എപ്പോഴും ഇറക്കുമതി ചെയ്യണം മാക്സിമം. അപ്പൊ അത് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ പറ്റിയാൽ മാത്രമേ ഇന്ത്യയുടെ റുപ്പി വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും മോചനം നേടാൻ പറ്റും. അതുപോലെ ഇന്ത്യക്കകത്തുള്ള ഇൻഫ്ലേഷനും പലപ്പോഴും US ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ കറൻസി വാല്യൂ ഡിക്രീസ് ചെയ്യാൻ കാരണമാവാറുണ്ട്. അപ്പൊ ഇൻഫ്ലേഷൻ മാക്സിമം കണ്ടെയ്ൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഇതിനൊരു ലോങ് ടൈം സൊല്യൂഷൻ കിട്ടുള്ളതാണ് ഹിന്ദുവിന് ഫസ്റ്റ് എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. നന്നായിട്ട് വായിച്ചു നോക്കുക, അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. പിന്നെ രണ്ടാമത് എഡിറ്റോറിയൽ മാനുവൽ സ്കാവെഞ്ചിങ്ങിനെ കുറിച്ചാണ്. നമ്മള് മോഡി ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീമായ സ്വച്ഛ് ഭാരത് അഭിയാൻ അത് ഏകദേശം അവസാനത്തെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ആയിരുന്നു ടോയ്ലറ്റ് എല്ലാവരും കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് മാനുവൽ സ്കാവെഞ്ചിങ്, തോട്ടിപ്പണി ഇന്ത്യയിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും മാനുവൽ സ്കാവെഞ്ചിങ്ങിൽ എൻഗേജ് ചെയ്ത ആൾക്കാർ ഈ ഇടയ്ക്ക് മരിച്ചു ഡൽഹിയിലൊക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊരു ന്യൂസ് ആണ്. അപ്പം സ്വച്ഛ് ഭാരത് അഭിയാൻ വന്നിട്ട് പോലും ഈ ഒരു മേഖലയിൽ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. ടോയ്ലറ്റ് കൺസ്ട്രക്ഷനിൽ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായെങ്കിൽ പോലും അപ്പൊ അത് അഡ്രസ് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലത്തിനെ കുറിച്ചുള്ള ശ്രദ്ധ ക്ഷണിക്കലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. അത് കഴിഞ്ഞ് നമ്മൾ 7th പേജിലേക്ക് പോകുമ്പോൾ ISROയുടെ PSLV C-42 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ, ISROയുടെ PSLV C-42 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ 2 UK സാറ്റലൈറ്റ്സിന് ഇന്നലെ ലോഞ്ച് ചെയ്തു. ആദ്യമായിട്ടാണ് കംപ്ലീറ്റ്ലി ഒരു ഫോറിൻ കൺട്രിയുടെ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം PSLV യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. K. ശിവൻ ആണ് ISROയുടെ ചെയർമാൻ.
ഇന്ത്യയുടെ സെക്കൻഡ് ചന്ദ്രയാൻ മിഷൻ അല്ലെങ്കിൽ സെക്കൻഡ് മിഷൻ ടു മൂൺ ചന്ദ്രയാൻ 2 2019 ജാനുവരി, അതായത് ഇപ്പം 2-3 മാസം കഴിയുമ്പോൾ തന്നെ അത് ലോഞ്ച് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റിയാണ് സൂററ്റ്. അപ്പം ഈ ഇന്ത്യൻ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂററ്റ് ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ സിറ്റി ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്ന. ഒരു തുള്ളി വെള്ളം പോലും പാഴാകാതിരിക്കാൻ വേണ്ടി, വളരെ വാട്ടർ സ്കേഴ്സിറ്റി അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഗുജറാത്ത്. അപ്പം വെള്ളം പാഴാക്കി കളയാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഡൊമസ്റ്റിക് യൂസ് കഴിഞ്ഞ് വേസ്റ്റ് ആവുന്ന വാട്ടർ എല്ലാം കളക്ട് ചെയ്ത് അതിനെ റീസൈക്കിൾ ചെയ്ത് ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പൊ ഈ എവിടെയൊക്കെ വാട്ടർ വേസ്റ്റ് ആവുന്നോ അവിടെ എല്ലാം റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് പിന്നീട് ഈ വാട്ടർ കളക്ട് ചെയ്യുകയും റീസൈക്കിൾ ചെയ്ത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും പാഴാകാതെ യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പിന്നീട് സിറ്റിയായി മാറുകയാണ് ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റിയായ സൂററ്റ്. അതിനെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ അത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസുകൾ. പിന്നെ നമുക്കൊരു പെൻഡിങ് ന്യൂസ് പേപ്പർ ഉണ്ട്, ഇന്നലത്തെ ഹിന്ദു. കാരണം ഇന്നലെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ സൺഡേയിലെ ഹിന്ദുവിലേക്ക് നമുക്ക് പോകാം. സൺഡേയിലെ ഹിന്ദുവിലേക്ക് പോകുമ്പോൾ സൺഡേ ഹിന്ദു 2 പത്രങ്ങളായിട്ടാണ് എല്ലാ ദിവസവും വരുന്നത്. സൺഡേ ഹിന്ദുവിലെ മെയിൻ ന്യൂസ് മനോഹർ പരീക്കറിന്റെ ഒരു ഫോട്ടോയോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഗോവയുടെ ചീഫ് മിനിസ്റ്ററാണ് മനോഹർ പരീക്കർ. ഒരുപക്ഷെ ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് പൊളിറ്റീഷ്യന്മാരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചീഫ് മിനിസ്റ്ററാണ്. IIT-യിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായ ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. പക്ഷെ പുള്ളി ഇപ്പൊ ക്രിട്ടിക്കലി അദ്ദേഹം ക്രിട്ടിക്കലാണ് കുറച്ച്. കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയോ വലിയ പ്രോബ്ലംസ് ഉണ്ട്. അദ്ദേഹം അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി എന്നിട്ട് തിരിച്ചു വന്നിട്ടും പൂർണ്ണമായിട്ട് ആരോഗ്യവാനായിട്ടുള്ള അദ്ദേഹം വീണ്ടും എയിംസിൽ അഡ്മിറ്റഡ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഗോവയ്ക്ക് പുതിയ ചീഫ് മിനിസ്റ്റർ കണ്ടുപിടിക്കാൻ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവയ്ക്ക് പുതിയ ചീഫ് മിനിസ്റ്റർ ഇന്ന് നാളെ അനൗൺസ് ആകും. അത് മറ്റൊരു ന്യൂസാണ്. പിന്നെ ഉഡാൻ സ്കീമിനെ കുറിച്ചൊരു ന്യൂസും ഇതിൻ്റെ അകത്തുണ്ട്. ഉഡാൻ എന്ന് പറഞ്ഞാൽ ഉഡേ ദേശ് കാ ആം നാഗരിക്, UDAN, ഉഡേ ദേശ് കാ ആം നാഗരിക്. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ നടപ്പാക്കുന്ന ഒരു സ്കീമാണ് ഉഡാൻ ഉഡേ ദേശ് കാ ആം നാഗരിക്. ഈ സ്കീം എന്താണെന്ന് വെച്ചാൽ റീജിയണൽ കണക്ടിവിറ്റി സ്കീമാണ്. RCS എന്ന് പറയുമ്പോൾ റീജിയണൽ കണക്ടിവിറ്റി സ്കീം. അതായത് ഇന്ത്യയിലെ അൺകണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പ്ലെയിൻ സർവീസ് നടത്താൻ വേണ്ടിയിട്ട്, അതുപോലെ കോമൺ മാനിന് പ്ലെയിൻ ജേർണി ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്കീമാണ് ഉഡാൻ ഉഡേ ദേശ് കാ ആം നാഗരിക്. പിന്നെ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെന്റ് ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇന്ത്യയുടെ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ശ്രീജേഷ് പറഞ്ഞിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. ഇന്ത്യയുടെ വേൾഡ് കപ്പ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനും അദ്ദേഹം തന്നെ ആയിരിക്കാനാണ് ചാൻസ്. നിലവിൽ അദ്ദേഹമാണ് ഇന്ത്യയുടെ ഹോക്കി ടീം ക്യാപ്റ്റൻ. PR ശ്രീജേഷ് മലയാളിയാണ്. വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെന്റ് നടക്കാൻ പോകുന്ന നവംബറിൽ ഭുവനേശ്വറിൽ വെച്ചാണ്, ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച്. അകത്തെ പേജിലേക്ക് പോകുമ്പോൾ ചെസ് ഒളിമ്പിയാഡിൽ ഇപ്രാവശ്യം ചെസ് ഒളിമ്പിയാഡ് നടക്കാൻ പോണത് ജോർജിയയിൽ വെച്ചാണ്. ഈ ചെസ് ഒളിമ്പിയാഡിൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് വിശ്വനാഥൻ ആനന്ദ് പങ്കെടുക്കുന്നു. അത് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ന്യൂസാണ്. കാരണം ആനന്ദിന്റെ പ്രസൻസ് എല്ലാ താരങ്ങൾക്കും ഒരു ബൂസ്റ്റ് ആയിരിക്കും. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഇന്റർനാഷണൽ ഹോക്കി പ്ലേയേഴ്സിൽ ഒരാളായിരുന്ന സർദാർ സിംഗ് റിട്ടയർ ചെയ്യാൻ പോകുന്നു. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ദ്രോണാചാര്യ അവാർഡ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ദ്രോണാചാര്യ അവാർഡ് എന്ന് പറഞ്ഞ സ്പോർട്സിൽ കോച്ചുമാർക്ക് കൊടുക്കുന്ന അവാർഡാണ്. ലാ ലിഗ സ്പാനിഷ് ഫുട്ബോൾ ലീഗ്, Serie A Serie A ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗിന്റെ പേരാണ് Serie A. ലാ ലിഗ സ്പാനിഷ് ഫുട്ബോൾ ലീഗിന്റെ പേരാണ്. ബുണ്ടസ് ലീഗ BUNDESLIGA ബുണ്ടസ് ലീഗ ജർമ്മൻ ഫുട്ബോൾ ലീഗിന്റെ പേരാണ്. അതിന്റെ ആ പേരുകളെല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് ഞാനത് പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്നാലും ഒന്നുകൂടി പറഞ്ഞേ ഉള്ളൂ. പിന്നീട് അടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡേവിസ് കപ്പിന്റെ കാര്യം, സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിക്സ് ഹാമിൽട്ടൺ വിൻ ചെയ്ത കാര്യം. പിന്നെ രോഹൻ ബൊപ്പണ്ണ സാക്കേത് മൈനേനി ഇവർ രണ്ടുപേരും ഇന്ത്യയുടെ ടെന്നീസ് പ്ലേയേഴ്സ് ആണ്. സാക്കേത് മൈനേനി SAKETH സാക്കേത് മൈനേനി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ നവോമി ഒസാക്കയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NAOMI നവോമി ഒസാക്ക, ജപ്പാൻ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം വിന്നർ. US ഓപ്പൺ പ്രാവശ്യം വിൻ ചെയ്ത സെറീന വില്യംസിനെ തോൽപ്പിച്ച് US ഓപ്പൺ വിൻ ചെയ്ത നവോമി ഒസാക്കയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 10th പേജിലേക്ക് പോകുമ്പോൾ അവിടെ 10th പേജ് നാഷണൽ പേജാണ്. അവിടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഒക്ടോബറിൽ നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഒക്ടോബറിൽ നടന്നാൽ ഒരു കാര്യം ഉറപ്പാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസായ നാഷണൽ കോൺഫറൻസും
PDP അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിന് സ്പെഷ്യൽ റൈറ്റ്സ് കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളായ ആർട്ടിക്കിൾ 35A എടുത്ത് കളയാൻ തീരുമാനിച്ചു. എടുത്ത് കളയാൻ തീരുമാനിച്ചു എന്നല്ല, അതിന്റെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള പേരിൽ കോടതിയിൽ കേസ് നടക്കുകയാണ്. അപ്പൊ അതിൽ പ്രതിഷേധിച്ചാണ് ഇവര് ഇലക്ഷനിൽ പങ്കെടുക്കാത്തത്. പിന്നീട് സ്വച്ഛതാ ഹി സേവ എന്ന് പറയുന്ന പ്രോഗ്രാം പ്രൈം മിനിസ്റ്റർ മോഡി ഇനാഗുറേറ്റ് ചെയ്യുന്ന ഫോട്ടോ ഹിന്ദുവിലുണ്ട്. സ്വച്ഛതാ ഹി സേവ, ക്ലീൻലിനെസ് ഈസ് സർവീസ് എന്നാണ് എൻ്റെ മെസ്സേജ്. ഇന്ത്യയിൽ 40% ടോയ്ലറ്റ് കവറേജ് മാത്രം ഉണ്ടായിരുന്ന കൺട്രിയാണ് 2014. അത് ഇവര് ഈ പിന്നീട് ക്ലീൻ ഇന്ത്യ ക്യാമ്പയിൻ സ്വച്ഛ് ഭാരത് അഭിയാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 40% കവറേജ് എന്നുള്ള 90% കവറേജ് ആയിട്ട് മാറി. പിന്നീട് ഇത്രയും വർഷം കൊണ്ട് 2019 അത് 100% കവറേജ് ആയി മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങളാണ് അതിലുള്ളത്. പിന്നെ ഈ മഹാത്മാഗാന്ധിയുടെ 150th ബർത്ത് ആനിവേഴ്സറി ആണ് ഈ വർഷം 2018 എന്ന് പറയുന്നത്. 2018 October 2 എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അതിലുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ BSFന്റെ ഡയറക്ടർ ജനറലിന്റെ പേരുണ്ട്. 11ാമത്തെ പേജിൽ BSFന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറും ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറും പ്രൊട്ടക്ട് ചെയ്യുന്ന BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടറാണ് KK ശർമ്മ. പിന്നീട് സിക്കിമിലെ ആദ്യത്തെ എയർപോർട്ട് സെപ്റ്റംബർ 23 മോഡി ഇനാഗുറേറ്റ് ചെയ്യും എന്ന് പറയുന്നു. സിക്കിം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിൽ വിസിറ്റ് സിക്കിം ഓൺ September 23 ടു ഇനാഗുറേറ്റ് ദ സ്റ്റേറ്റ്സ് ഫസ്റ്റ് എയർപോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും അൺകണക്റ്റഡ് ആയിട്ടുള്ള മേഖലകളാണ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻസ്. അവിടെ പലയിടത്തും റെയിൽവേ സ്റ്റേഷൻസും റെയിൽവേയും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അതെല്ലാം പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവിടെ പലർക്ക് എയർപോർട്ട് ഒന്നും ഇല്ലായിരുന്നു. സിക്കിമിലെ ആദ്യത്തെ എയർപോർട്ട് പാക്യോങ്ങില് PAKYONG പാക്യോങ്ങില് മോഡി സെപ്റ്റംബർ 23 ഇനാഗുറേറ്റ് ചെയ്യും. അപ്പോൾ സിക്കിമിന്റെ ചീഫ് മിനിസ്റ്ററാണ് പവൻ കുമാർ ചാംലിംഗ്. ഇന്ത്യയിലെ ലോങ്സ്റ്റ് സർവിംഗ് ചീഫ് മിനിസ്റ്റർ പവൻ കുമാർ ചാംലിംഗ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന ആള്. സിക്കിമിന്റെ ക്യാപിറ്റലാണ് ഗാംഗ്ടോക്ക്. സിക്കിമിന്റെ ക്യാപിറ്റൽ ഗാംഗ്ടോക്ക് ആണ്. പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ OP റാവത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് OP റാവത്ത്, ഓം പ്രകാശ് റാവത്ത്. അതുപോലെ ഇന്ത്യയിലെ അമ്മമാർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പിന്നീട് അതുപോലെ പ്രഗ്നന്റ് വിമനിനും ഒക്കെ ക്യാഷ് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ആ സ്കീമിന്റെ അണ്ടറിൽ പ്രഗ്നന്റ് വിമൻ ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് 5000 രൂപ അവരുടെ പിന്നീട് മാൽന്യൂട്രീഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി 5000 രൂപ കൊടുക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അതുപോലെ ജനനി സുരക്ഷാ യോജനയുടെ അണ്ടറിൽ 1000 രൂപയും കൂടെ അഡീഷണലി കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 6000. A sum of ₹1,000 is also given to women after institutional delivery. Institutional delivery എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി തന്നെ ഡെലിവറി നടത്തണം. അല്ലാതെ വീടുകളിൽ ഡെലിവറി നടത്തുന്നവർക്ക് ₹1000 അഡീഷണലി അത് കൊടുക്കത്തില്ല. അപ്പം ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി നടത്തുന്നുള്ള ഒരു പ്രൊമോഷനും കൂടെയാണ്. അപ്പം അങ്ങനെ അതുവഴി ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ മാതൃമരണം ആയ മെറ്റേണൽ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ശിശുമരണമായ ഇൻഫന്റ് മോർട്ടാലിറ്റി കൊണ്ടാകുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ഇല്ലാതെ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും വീടുകളിൽ പ്രസവിക്കുന്നുണ്ടാണ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി നടത്തി കഴിഞ്ഞാൽ ₹1000 ജനനി സുരക്ഷാ യോജനയുടെ അണ്ടറിൽ വീണ്ടും കൊടുക്കുക. അങ്ങനെ മൊത്തം ₹6000 ആണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയിലും ജനനി സുരക്ഷാ യോജനയിലായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത്. പിന്നീട് ഇത്രയാണ് ആ ന്യൂസ് പേപ്പറിലെ ന്യൂസ്. പിന്നീട് ഈ ന്യൂസ് പേപ്പറിലെ ന്യൂസുകൾ. ഇനിയിപ്പോൾ ഹിന്ദുവിന്റെ ഇന്നലത്തെ 2ാമത്തെ ന്യൂസ് പേപ്പർ നമുക്ക് എടുക്കാം. അതോടുകൂടി ഹിന്ദു നമ്മളുടെ പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിയും. പ്രവാസി ഭാരതീയ ദിവസിനെ കുറിച്ചാണ് അതിലെ മെയിൻ ഹെഡിങ്. പ്രവാസി ഭാരതീയ ദിവസ് January 9th ആണ്. പ്രവാസി ഭാരത് ദിവസ് എന്ന് പറഞ്ഞാൽ NRIസിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടി, അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ദിവസമാണ്. ഇന്ത്യയിലെ ഗ്രേറ്റസ്റ്റ് എവർ പ്രവാസിയായിരുന്ന മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ദിവസമാണ് 1915 January 9th. ആ ഡേ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാജ്പേയി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് പിന്നീട് ഈ പ്രവാസി ഭാരതീയ ദിവസ് സ്റ്റാർട്ട് ചെയ്തത്. 2004 അത് എക്സാക്ട്ലി ഇയർ എനിക്ക് ഓർമ്മയില്ല, അത് ചെക്ക് ചെയ്തോളണം. സ്റ്റാർട്ട് ചെയ്ത വർഷം എന്തായാലും വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇപ്പോൾ പ്രവാസി ഭാരത് ദിവസം നടക്കാൻ പോണത്
മോഡിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആയ വാരണാസിയിലാണ്. ഈ പ്രാവശ്യത്തെ പ്രവാസി ഭാരത ദിവസം നടക്കുമ്പോൾ അവിടെ വെച്ചാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ന്യൂസുകളാണ് ഉള്ളത്. അതിൽ നമ്മൾ പിന്നീട് ഇനി ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ 10th പേജിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് മീറ്റ്. ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 3.3% ഓഫ് GDP ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2018-19 is 3.3% of GDP and India will definitely maintain that fiscal deficit എന്നാണ് പിന്നീട് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരിക്കുന്നത്. പിന്നെ FIEO ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ, അതിൻ്റെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റാണ് ഗണേഷ് ഗുപ്ത. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ്. പിന്നെ DIPAM എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ പേര് നീ കൊടുക്കുന്നുണ്ട്. DIPAM എന്ന് പറഞ്ഞാൽ DIPAM ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. DIPAM ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് പലതും എടുക്കാൻ വേണ്ടി ഗവൺമെന്റിനെ ഗൈഡ് ചെയ്യുന്നത് ഇവരാണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഗവൺമെന്റ് കമ്പനികളെ സെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഷെയർ സെല്ല് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുന്ന DIPAM ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. പിന്നെ CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, അത് ഡയറക്ട് ടാക്സ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ് CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. അതിന്റെ ചെയർപേഴ്സൺ ആണ് സുശീൽ ചന്ദ്ര. പിന്നെ നിക്കോളാസ് മഡൂരോ, വെനസ്വേലയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മിലിറ്ററി ഇന്റർവെൻഷൻ നടത്താൻ ഞങ്ങൾ റെഡിയാണെന്ന് ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് OAS എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. അമേരിക്കൻ കോണ്ടിനെന്റിലെ കൺട്രീസിലെ ഒരു കൂട്ടായ്മയാണ് OAS, ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് OAS. അതിന്റെ സെക്രട്ടറി ജനറലാണ് ലൂയിസ് അൽമാഗ്രോ, LUIS, ലൂയിസ് അൽമാഗ്രോ, ALMAGRO. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയായപ്പോഴത്തേക്ക് ഹിന്ദുവിലെ ഇന്നലത്തെയും ഇന്നത്തെയും ന്യൂസുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആകെ എക്കണോമിക് ടൈംസ് ന്യൂസ് പേപ്പർ പെൻഡിങ് ഉണ്ട്. നാളെ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.